നമസ്കാരം, ഞാൻ ലക്ഷ്മി കാണത്ത്. നമ്മളെല്ലാവരും ഇക്കഴിഞ്ഞ ജന്മാഷ്ടമി ദിവസത്തോടനുബന്ധിച്ച് ഗുരുവായൂർ ക്ഷേത്ര നടയിൽ അരങ്ങേറിയ വിവാദങ്ങളെക്കുറിച്ച് അറിയുന്നവരാണ്. ഒരു വിവാദ ചിത്രകാരി, ഇതര മതസ്ഥയായിട്ടുള്ള ജസ്ന സലീം എന്ന് പറയുന്ന ഒരു ചിത്രകാരി ഈ ജന്മാഷ്ടമി ദിവസം അവിടെ എത്തി നേരത്തെ പദ്ധതിയിട്ട പ്രകാരം ഇവർക്കെതിരെ കമന്റിട്ട ഒരു സ്ത്രീയുമായിട്ട് അവിടെ വെച്ച് ചാനലുകാരും ഇവരുടെ കുറെ കൂട്ടാളികളും ഒക്കെയായിട്ട് ചേർന്ന് വാക്കേറ്റവും കയ്യേറ്റവും ഒക്കെ ഉണ്ടാക്കി ജനശ്രദ്ധ പിടിച്ചുപറ്റി അത് വീഡിയോ എടുത്ത് വൈറലാകാൻ ചെയ്ത കാര്യമാണ്. അതിവർക്ക് തന്നെ വിപരീതമായിട്ട് വന്നു ഭവിച്ചു. അന്ന് വരെ ഇവർക്കെതിരെ ഒരു പ്രതിഷേധവും നടത്താതിരുന്ന ശാന്തരായിട്ടുള്ള ഹിന്ദുക്കൾ പോലും ഇത് കണ്ടപ്പോൾ പ്രതിഷേധിച്ചു. ഇതിനു മുമ്പ് ഇവര് ക്ഷേത്ര നടയിലെത്തി കേക്ക് മുറിച്ച് എല്ലാവർക്കും കൊടുക്കുക, ഹാപ്പി ബർത്ത്ഡേ കണ്ണ എന്നൊക്കെ പറഞ്ഞിട്ട് പല ഗിമിക്കുകളും കാണിച്ചിട്ടുണ്ടായിരുന്നു. അന്നൊക്കെ അതിനെയൊന്നും ആരും അത്ര കാര്യമാക്കിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഈ ഒരു ക്ഷേത്ര അന്തരീക്ഷത്തിൽ ഇവർ പ്രശ്നമുണ്ടാക്കാൻ മനഃപൂർവ്വം ശ്രമിക്കുകയും അവിടെ ഒരു കലാപഭൂമിയാക്കി തന്നെ മാറ്റാൻ കരുതിക്കൂട്ടി വരികയും ചെയ്തപ്പോൾ എല്ലാ ഹിന്ദുക്കളും ഇവർക്കെതിരെ ശക്തമായിട്ട് പ്രതിഷേധിച്ചു. അപ്പോൾ അവരുടെ തെറ്റ് അംഗീകരിക്കാതെ ഇതുകൊണ്ടാണ് ഹിന്ദുക്കൾ പ്രതിഷേധിച്ചത് എന്നൊരു വാക്ക് ഇവരുടെ വായിൽ നിന്ന് ഇതുവരെ വന്നിട്ടില്ല. പകരം ഇവർ ഒരു വീഡിയോയുമായിട്ട് ആദ്യമെത്തി. അതിൽ പറയുന്നത്, ഞാൻ ഹിന്ദു മതസ്ഥർക്ക് വിളക്ക് കൊളുത്താൻ ഒരു അവസരം ഉണ്ടാക്കി കൊടുത്തതാണോ ഞാൻ ചെയ്ത തെറ്റ് എന്നാണ് ഇവർ ചോദിക്കുന്നത്. അപ്പോഴും ഇവരുടെ കുറ്റം ഏറ്റുപറയുന്നില്ല. ഞാൻ ചെയ്ത തെറ്റ് ജന്മാഷ്ടമി ദിവസം ഒരു ആരാധനാലയത്തിലെത്തി കലാപമുണ്ടാക്കാൻ ശ്രമിച്ചതാണ് എന്ന് ഇവരിതുവരെ സ്വയം ബോധ്യപ്പെടുത്തിയിട്ടുമില്ല, മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുന്നതുമില്ല. ഇതിൽ നിന്ന് തന്നെ അറിയാം ഇവരുടെ സ്വന്തം കുറ്റം മറച്ചു വെച്ചിട്ട് ഇവർക്കെതിരെ പ്രതിഷേധിച്ച ഹിന്ദു മതസ്ഥരെയാണ് ഇവര് പ്രതിയാക്കാൻ ഇവിടെ ശ്രമിക്കുന്നത്. ഇവരുടെ ഈ ഒരൊറ്റ വരി മതി ഇവരെത്രത്തോളം ആത്മാർത്ഥതയില്ലാത്ത ഒരു അസത്യ പ്രചാരകയാണ് എന്ന് മനസ്സിലാക്കാൻ. ഇവരുടെ ഇതുവരെയുള്ള ചെയ്തികൾ വെറും വരുമാനത്തിന് വേണ്ടി മാത്രമാണ് എന്ന് തെളിയിക്കുന്നതാണ് ഇവരുടെ ഈ ഒരു നിലപാട്. അതിനുശേഷം ശക്തമായ പ്രതിഷേധം ഇതിനെതിരെയും ഉണ്ടായി. അതായത് ഇവർ പറഞ്ഞിട്ടാണോ ഹിന്ദുക്കള് വിളക്ക് കൊളുത്താൻ പഠിച്ചത് എന്നുള്ള ചോദ്യങ്ങളും ട്രോളുകളും എല്ലാം വന്നപ്പോ ഇവരടുത്ത ഒരു വീഡിയോയുമായിട്ട് എത്തിയിട്ടുണ്ട്, മാപ്പ് പറഞ്ഞുകൊണ്ട്. ആരെയെങ്കിലും വേദനിപ്പിച്ചുവെങ്കിൽ മാപ്പ്, ഞാൻ ഇനി അനാവശ്യമായിട്ട് ക്ഷേത്ര നടയിലൊന്നും പോവില്ല. പക്ഷേ മാവേലി പോലെ വർഷത്തിൽ ഒരു പ്രാവശ്യമാണ് മാവേലി വരുന്നത്, പക്ഷേ എനിക്ക് 2 തവണ നിങ്ങൾ അവസരം തരണം. അത് വിഷുവിനും ജന്മാഷ്ടമിക്കുമാണ്. ഞാൻ അവിടെ ചിത്രം കൊടുക്കാൻ പണ്ട് മുതലേ പോകാറുണ്ട്. അപ്പോഴും അവർക്കവിടെ അവരുടെ ചിത്രം മാർക്കറ്റ് ചെയ്യാനുള്ള അവസരമായിട്ടാണ് ഈ 2 ദിവസങ്ങളും ഇവർ ചോദിക്കുന്നത്. ഇവരോട് പറയാനുള്ളത്, നിങ്ങൾ ഇനി ആ ക്ഷേത്ര പരിധിയിൽ, ക്ഷേത്ര അധികാരത്തിന്റെ പരിധിയിലുള്ള ഭൂമിയിലെത്തുമ്പോൾ ഇതുപോലെ മതേതര ഫാൻസി ഡ്രസ്സുമായിട്ട് എത്താൻ പറ്റില്ല. ക്ഷേത്രത്തിലെത്തുമ്പോൾ ക്ഷേത്രത്തിന്റേതായിട്ടുള്ള ആചാരങ്ങൾ പാലിക്കുന്ന വസ്ത്രങ്ങൾ അണിഞ്ഞു വേണം അവിടെ എത്താൻ. അല്ലാതെ ഇതുപോലെ മതേതര ഫാൻസി ഡ്രസ്സുമായിട്ട് എത്താൻ സാധിക്കില്ല. അതിന് തയ്യാറാണെങ്കിൽ മാത്രം, ഇത്തരം വിവാദങ്ങളൊന്നും ഉണ്ടാക്കില്ല എന്നുറപ്പുണ്ടെങ്കിൽ മാത്രം അവിടെ എത്താം. പക്ഷെ നിങ്ങളുടെ കച്ചവട കേന്ദ്രമായിട്ട് ഗുരുവായൂർ ക്ഷേത്രത്തെ ഇനി മാറ്റരുത്. ഇത് ഹിന്ദു സംഘടനകൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ക്ഷേത്രമുറ്റത്തെത്തുന്ന, ക്ഷേത്ര അധികാരത്തിന്റെ പരിധിയിലുള്ള ഭൂമിയിൽ എത്തുന്നവർ അകത്ത് കയറിയില്ലെങ്കിൽ പോലും ക്ഷേത്ര നടയിൽ വന്ന് ഇത്തരം മതേതര ഫാൻസി ഡ്രസ്സുമായിട്ട് വരാൻ അനുവദിക്കരുത്. ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മാന്യമായിട്ടുള്ള വസ്ത്രധാരണം, ക്ഷേത്ര ആചാരങ്ങളെ ബഹുമാനിക്കുന്ന വസ്ത്രധാരണവുമായിട്ട് വേണം അവിടെ എത്താൻ. ഭഗവാന്റെ ചിത്രം വരച്ച് വരുമാന മാർഗമാക്കി ഗുരുവായൂർ ക്ഷേത്രത്തെ കാണുന്ന ജസ്ന താത്തയ്ക്ക് ഗുരുവായൂരപ്പൻ ആരാണ് എന്ന് മനസ്സിലാവില്ല. എന്നാൽ അത് മനസ്സിലാകുന്നത് ഭക്തർക്ക് മാത്രമാണ്. ശ്രീമൻ നാരായണീയത്തിൽ മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാട് 11ാം ദശകത്തിൽ 10ാം ശ്ലോകത്തിൽ പറയുന്നുണ്ട്, ഭക്തൈക ദൃശ്യ സകൃപാനിധേത്വം എന്നാണ്.
അതായത് ഭഗവാനെ ഭക്തർക്ക് മാത്രമേ ദൃശ്യമാവുകയുള്ളൂ, ഭക്തർക്ക് മാത്രമാണ് ഭഗവാനെ പ്രാപ്യമായിട്ട് കിട്ടുകയുള്ളൂ, അല്ലാത്തവർക്കൊന്നും മനസ്സിലാകില്ല. അത്രയ്ക്കും കൃപാനിധിയാണ്, ഭക്തർക്ക് മാത്രം വെളിവാക്കി കൊടുക്കുന്ന കൃപാനിധിയാണ് ഭഗവാൻ. അതുകൊണ്ടാണ് ഭക്ത ചമഞ്ഞു നടക്കുന്ന ജസ്നയ്ക്ക് ഭഗവാനെ മനസ്സിലാകാത്തത്. പക്ഷെ ഭഗവാന് മനസ്സിലാകും കാപട്യം. അവിടെ ഇരിക്കുന്ന ആള് ചില്ലറക്കാരനല്ല, ഒരുപാട് ക്ഷമിക്കുന്ന ആളാണ്. ഭഗവാന്റെ അമ്മയുടെ സഹോദരിയായിട്ടുള്ള ശ്രുതശ്രവ എന്ന് പറയുന്ന രാജകുമാരിക്ക് ഒരു പുത്രനുണ്ടായി, ശിശുപാലൻ. ജനിച്ചപ്പോൾ 3 കണ്ണും 4 കൈയും ഒക്കെയായിട്ടാണ് ജനിച്ചത്. ആരുടെ മടിയിൽ ഇരിക്കുമ്പോഴാണോ ഈ കുട്ടിക്കുണ്ടായിട്ടുള്ള ഈ അധികം അവയവങ്ങൾ നഷ്ടപ്പെടുക, അദ്ദേഹത്താൽ കൊല്ലപ്പെടും എന്ന് ഒരു അശരീരി ഉണ്ടായി. അപ്പോ ബന്ധുവായിട്ടുള്ള യോഗീശ്വരനായിട്ടുള്ള ഭഗവാൻ കൃഷ്ണൻ ഒരിക്കൽ ഈ കുട്ടിയെ എടുത്തപ്പോൾ ഈ അധികമായിട്ടുള്ള അവയവങ്ങൾ അപ്രത്യക്ഷമാകുകയും ഈ അമ്മ കരയുകയും ചെയ്തു. കാരണം സ്വന്തം സഹോദരി പുത്രനാലാണോ എന്റെ മകൻ കൊല്ലപ്പെടുക എന്നുള്ളത് മനസ്സിലായി. ഉടനെ ഭഗവാൻ ഒരു വാക്ക് കൊടുത്തു, ഞാൻ അവന്റെ 100 തെറ്റുകൾ ക്ഷമിച്ചു കൊടുക്കാം എന്ന്, ഈ ശ്രുതശ്രവ ആവശ്യപ്പെട്ടതനുസരിച്ചിട്ട്. അങ്ങനെ ഭഗവാൻ ഒരുപാട് ക്ഷമിച്ചു. ഒരുപാട് കാലം ഭഗവാനെ അസഭ്യം പറയും, അപരാധം പറയും, എവിടെയൊക്കെ അപഹസിക്കാമോ അതൊക്കെ ചെയ്യും. അതെല്ലാം ഭഗവാൻ ഈ വാക്കിന്റെ പേരിൽ ക്ഷമിച്ചു കൊടുത്തു. പക്ഷെ ഒടുവിൽ രാജസൂയ യജ്ഞം നടക്കുന്ന സമയത്ത് ലോകരാജ്യങ്ങളിലുള്ള പല രാജാക്കന്മാരെയും ക്ഷണിച്ചു വരുത്തി അവിടെ ഒരു വലിയ വിശേഷം നടക്കുമ്പോഴാണ് ഈ ശിശുപാലൻ അവിടെ എത്തി. ഭഗവാനെ ഇനി പറയാനൊന്നുമില്ല, അത്രയ്ക്ക് അസഭ്യം പറഞ്ഞു. അധിക്ഷേപിക്കാൻ ബാക്കിയൊന്നുമില്ല, അത്രയധികം അസഭ്യം പറഞ്ഞു. എല്ലാവരും നിശബ്ദരായിരുന്നു. ജന്മാഷ്ടമി ദിവസം മറ്റു ഭക്തരെല്ലാം അവിടെ നിശബ്ദരായിരുന്നത് ഭഗവാനോടുള്ള ഭക്തി കൊണ്ടാണ്, ഭഗവാൻ ഇടപെടും എന്നവർക്ക് ഉറപ്പുള്ളതുകൊണ്ടാണ്. അതുപോലെയായിരുന്നു രാജസൂയ യജ്ഞത്തിൽ ഭഗവാൻ ഭക്തരുടെ വിഷമം കണ്ടുകൊണ്ട് ഒന്നും മിണ്ടാതെ സുദർശന ചക്രമെടുത്ത് അവിടെ വെച്ച് വധിച്ചു. അപ്പോഴേക്കും 100 തെറ്റുകൾ എന്നുള്ള ആ ഒരു വാക്കും കടന്നിരുന്നു. കൃത്യസമയത്ത് കൃത്യമായി ഇടപെടുന്ന ആളാണ് ഭഗവാൻ. അതുതന്നെയാണ് ജന്മാഷ്ടമി ദിവസം ഗുരുവായൂർ ക്ഷേത്രത്തിൽ അഴിഞ്ഞാടിയ ഈ ചിത്രകാരിക്ക് സംഭവിച്ചത്. ഇത്രയും കാലം പല കോപ്രായങ്ങളും ആ തിരുനടയിൽ വെച്ച് കാണിച്ചിട്ടും ആരും ഒന്നും പ്രതിഷേധിച്ചില്ല. അന്ന് ഭഗവാനെ ആദരിക്കുന്ന ആ പുണ്യ ദിവസം ഭക്തർ അങ്ങേയറ്റം ഭക്തിയോടുകൂടി അവിടെ 8-9 മണിക്കൂർ വരി നിന്ന് ഭഗവാനെ ഒരു നോക്ക് കാണാൻ കാത്തിരിക്കുന്ന ദിവസം, അന്നേ ദിവസം തന്നെ ഈ സ്ത്രീ ഇത് കാണിച്ചതുകൊണ്ട് ഭഗവാൻ തന്നെയാണ് നേരിട്ട് ഇടപെട്ട് പരിഹാരമുണ്ടാക്കിയത്. ഇത്രയും കാലം കപടഭക്ത ചമഞ്ഞു നടന്ന വ്യക്തി അവിടെ വെച്ച് വെളിവാക്കപ്പെടുകയായിരുന്നു. സുദർശനം എന്ന് പറഞ്ഞാൽ നേരായ ദർശനം. ഭക്തർക്ക് അപ്പോൾ കൃത്യമായ ദർശനമുണ്ടായി. സുദർശനത്തിന് അങ്ങനെ ഒരു താത്വിക അർത്ഥവും കൂടിയുണ്ട്. ഭഗവാൻ എന്തും പൊറുക്കും, പക്ഷേ കാപട്യം പൊറുക്കില്ല. പ്രത്യേകിച്ചും ഭഗവാന്റെ വ്യക്തിത്വം മറ്റൊരാള് അടിച്ചു മാറ്റുന്നത് ഒരിക്കലും സഹിക്കില്ല. അതിനൊരു ഉദാഹരണം കൂടെയുണ്ട്. പുണ്ഡരാജ്യത്തെ രാജാവായിരുന്ന പൗണ്ഡ്രക വാസുദേവൻ, അതും ഭഗവാന്റെ ഒരു പകുതി ബന്ധുവാണ്, ഹാഫ് ബ്രദർ, പകുതി സഹോദരൻ എന്ന് പറയാം. ഭഗവാന്റെ പിതാവായിട്ടുള്ള വാസുദേവന് വേറൊരു പത്നി കൂടി ഉണ്ടായിരുന്നു, സുതനു. കാശി രാജ്യത്തെ രാജാവായിരുന്ന രാജാവിന്റെ പുത്രി സുതനു. ഈ ഭാര്യയിൽ പിറന്ന പുത്രനാണ് പൗണ്ഡ്രക വാസുദേവൻ. അപ്പോ ഭഗവാന്റെ അച്ഛന്റെ പേര് വാസുദേവൻ എന്ന് കൂട്ടിച്ചേർത്തുകൊണ്ട് സുതനുവിന്റെ പിതാവ് ഈ പുത്രന് പൗണ്ഡ്രക വാസുദേവൻ എന്ന് പേരിട്ടു. പക്ഷെ ഈ കുട്ടി ജനിച്ചതിന് ശേഷം കംസന്റെ തടവറയിലായിപ്പോയി വാസുദേവൻ കുറെ കാലം. നമ്മൾ സാധാരണ ആധുനിക മനഃശാസ്ത്രത്തിലൊക്കെ പറയാറുണ്ട്, കുട്ടികളെ മാതാപിതാക്കൾ തന്നെ നോക്കണം. അപ്പൂപ്പന്മാരൊക്കെ നോക്കിക്കഴിഞ്ഞാൽ, അപ്പൂപ്പൻ അമ്മൂമ്മമാരൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കുട്ടികൾ ചിലപ്പോ അച്ചടക്കമില്ലാത്തവരായിട്ട് വളരും എന്ന് പറയാറുണ്ട്. അങ്ങനെ ഈ സുതനുവിന്റെ പിതാവ് കാശിരാജാവാണ് ഈ കുട്ടിയെ വളർത്തുന്നത്. എങ്ങനെയാണെന്നറിയില്ല, അച്ഛന്റെ സാന്നിധ്യമില്ലാത്തത് കൊണ്ടാവാം ഈ കുട്ടി ഒരു വല്ലാത്ത ഒരു സ്വഭാവ വൈകല്യമുള്ള ഒരു കുട്ടിയായിട്ട് മാറുന്നു. പ്രത്യേകിച്ചും കൂട്ടുകെട്ടുകളും മോശമായിരുന്നു. അന്ന് മഗധയുടെ രാജാവായിരുന്ന ജരാസന്ധനും അതുപോലെ തന്നെ ഇന്നത്തെ കാന്തഹാർ എന്നറിയപ്പെടുന്ന ഗാന്ധാര ദേശത്തെ രാജാവായിട്ടുള്ള ശകുനിയും ഒക്കെ ആയിട്ടാണ് കൂട്ട്. കുതന്ത്രമുള്ള ആൾക്കാരുമായിട്ടാണ് കൂട്ട്.
ഒരു സുപ്രഭാതത്തിൽ ഈ പൗണ്ഡ്രക വാസുദേവൻ ഭഗവാൻ കൃഷ്ണന് ഒരു ദൂത് കൊടുത്തു വിടുകയാണ്, ഞാനാണ് യഥാർത്ഥ കൃഷ്ണൻ, നീയല്ല. ഇനി മേലില് എന്നെ പോലെ നടക്കരുത്. അതായത് കൃഷ്ണനെ പോലെ മയിൽപീലിയും പീതാംബരവും അതുപോലെ തന്നെ ഭഗവാന്റെ ധ്വജത്തിലുള്ള ഗരുഡന്റെ ചിത്രമൊക്കെ എടുത്തു വെച്ച് അതുപോലെയാണ് ആള് നടക്കുന്നത്. ആൾമാറാട്ടം, ഇമിറ്റേഷൻ ആണ് നടത്തുന്നത്. എന്നിട്ട് ഭഗവാന് തന്നെ ദൂത് കൊടുത്തത്, ഞാനാണ് യഥാർത്ഥ കൃഷ്ണൻ, നീ ഇനി അങ്ങനെ നടക്കരുത്. ഭഗവാൻ അതുവരെ ക്ഷമിച്ചിരുന്ന ഭഗവാൻ അങ്ങോട്ട് തിരിച്ച് യുദ്ധപ്രഖ്യാപനം നടത്തി. അപ്പോ തന്നെ ചെന്ന് വകവരുത്തി. കാരണം നമ്മളായാലും നമ്മുടെ ഒരു ഐഡന്റിറ്റി, നമ്മുടെ ഒരു ID പോലും ആരെങ്കിലും ഒരു FBയിൽ തന്നെ ഒരു ഫേക്ക് ID വന്നാൽ നമ്മൾ അപ്പൊ തന്നെ പരാതി കൊടുത്ത് ഇത് ഞാനല്ല എന്ന് പറയാൻ, ഇത് ഞാനല്ല, എന്റെ പേരാണ് അടിച്ചു മാറ്റുന്നതെന്ന് നമുക്ക് എങ്ങനെയാണോ തോന്നുന്നത്, അതുപോലെ തന്നെ കാപട്യം, ഒരാള് കപട വ്യക്തിത്വമായിട്ട് നടക്കുകയാണെങ്കിൽ ഭഗവാൻ ഉടനെ തന്നെ അതിലിടപെടും. അങ്ങനെ കപടഭക്ത ചമഞ്ഞു നടന്നപ്പോഴാണ് ഈ താത്തയും ഭഗവാന്റെ കണ്ണിൽപ്പെട്ട് ഭഗവാൻ രാജസൂയം നടക്കുന്നത് വരെ ക്ഷമിച്ചതുപോലെ ജന്മാഷ്ടമിയില് ഭക്തർക്ക് വേണ്ടി വിശ്വരൂപം കാണിച്ച് സുദർശനം അയച്ച് വ്യക്തമാക്കി തന്നത്. മനസ്സിലായല്ലോ? നന്ദി, നമസ്കാരം. വന്ദേ മാതരം.